കണ്ണു കൊടുത്തില്ല. കാരണം അവിടെ കണ്ണ് ഉണ്ടായിട്ടും കാര്യമില്ല, കണ്ണു കാണൂല. അതുകൊണ്ട് തപ്പി നടക്കുകയാണ്. എങ്കിൽ അള്ളാഹു എന്തിനീ ഉദാഹരണം പറഞ്ഞു? ഇന്ന് അള്ളാഹു തആല ഈ പറഞ്ഞ ഉദാഹരണത്തിൽ യഥാർത്ഥത്തിൽ 72 ഇവർ കണ്ടുപിടിച്ച ഈ മഹാത്ഭുതം ഇവിടെയുണ്ട്. അതെന്തേ? ഔകദുലുമാതിൻ ഫീ ബഹരിൻ ലുജ്ജിൻ, ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ്. യഗ്ഷാഹു മൗജുൻ, അവിടെ ഒരു തിരമാലയുണ്ട്. അതാണ് അഗാധതല തിരമാല എന്നിവർ പറഞ്ഞത്. സമുദ്രം രണ്ടു തട്ടാൻ, അഗാധതലവും ഉപരിതലവും. മിൻ ഫൗഖിഹി മൗജ, അതിന്റെ മുകളിൽ വേറെ ഒരു തിരമാലയുണ്ട്. അതാണ് ഈ ഉപരിതല തിരമാല. അതേസമയം തന്നെ മിൻ ഫൗഖിഹി സഹാബ്, അതിന്റെ മുകളിൽ മേഘമുണ്ട്. അപ്പൊ മേഘം, അതിന്റെ ഇടയിൽ ഗ്യാപ്പ്. പിന്നെ ഈ ഉപരിതല തിരമാലയാണ്. അത് കഴിഞ്ഞിട്ട് അഗാധതല തിരമാല കുറെ താഴോട്ട് ചെന്നിട്ട് ഇത് മൂന്നും കൂടെ ആകുമ്പോ, രണ്ട് തിരമാലയും മേഘവും കൂടെ ആകുമ്പോ ഇരുട്ടോടിരുട്ട് കട്ട പിടിച്ചു കിടക്കുന്നു. അവിടെ സ്വന്തം കയ്യുപോലും ഇവന്റെ മുഖത്തിന്റെ മുന്നിൽ കൂടെ വീശിയാൽ അതുപോലും കാണാൻ സാധ്യമല്ല. കാണില്ല എന്നല്ല, അതിലൊരു സാധനം എന്തോ അങ്ങ് ഓടിയോ എന്ന് പോലും തോന്നില്ല. നമ്മൾ എത്ര ഇരുട്ടുള്ള റൂമിൽ, അടച്ചിട്ട ഇരുട്ടുള്ള റൂമിൽ നിങ്ങൾ നിന്ന് നിങ്ങളുടെ സ്വന്തം കൈ മുഖത്തുകൂടെ ഒന്ന് ഇങ്ങനെ വീശി നോക്കൂ. എത്ര കൂരിരുട്ടുണ്ടായാലും എന്തോ അതിലങ്ങനെ പോകുന്നുണ്ട് നമുക്ക് തോന്നും. സ്വാഭാവികമാണ്. അവിടെയാണ് ലം യഖദ് യറാഹ, അത് കാണുന്നത് പോയിട്ട് കാണുന്നതിന്റെ അടുത്ത് പോലും എത്തില്ല, അയലത്ത് പോലും എത്തില്ല. അപ്പൊ അത്രയും വലിയ അന്ധകാരമാണ്. കണ്ടോ നിങ്ങൾ? അപ്പൊ യഥാർത്ഥത്തിൽ സത്യനിഷേധികളെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് ഈ കാണുന്ന വലിയ ദൃഷ്ടാന്തങ്ങൾ, ഈ ഭൂമിലോകത്ത് തുറന്ന ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇനിയും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ നടക്കുന്നവരില്ലേ? അവരുടെ കഥ എന്താണെന്നറിയോ? ആഴക്കടലിൽ കണ്ണുകാണാതെ തപ്പി നടക്കുന്ന മത്സ്യങ്ങളെപ്പോലെ എന്നല്ലാതെ അവരോടെന്തു പറയാനാണ്? ആഴക്കടലിൽ കണ്ണുകാണാതെ തപ്പി നടക്കുന്ന മത്സ്യങ്ങളെ പോലെ എന്നല്ലാതെ ഈ ഭൂമിയിൽ ഇത്രയും നല്ല തെളിവുകൾ ഇവർക്ക് വന്നിട്ട്, ഇത്രയും നല്ല ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ട് അള്ളാഹു ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഭൂമിയിലുണ്ട്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യപ്രവാചകനാണെന്ന് എല്ലാ നിലക്കും ബോധ്യപ്പെടുന്ന തെളിവുകൾ ഇവർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നൽകപ്പെട്ടെങ്കിലും അതൊന്നും കാണാൻ ഇവർക്ക് കണ്ണില്ല, അതൊന്നും കേൾക്കാനുള്ള ചെവിയും ഇവർക്കില്ല. അതാണ് ഇമാം ബൂസീരി പറഞ്ഞത്, അമൂ വസമ്മൂ ഫയലാനുൽ ബശായിരിലം തുസ്മഉ വബാരിഖത്തുൽ ഇൻദാരിലം തുശമീ മിൻ ബഅദി മാ അഖ്ബറൽ അഖ്വാമ കാഹിനുഹും ബിഅന്ന ദീനഹുമുൽ മുഅവ്വജലം യഖുമീ. എന്നാലോ ഏതിനു ശേഷമാണ് ഇവർ ഈ അന്ധത നടിക്കുന്നത്, ഈ ഭതിരത നടിക്കുന്നതെന്നറിയോ? കണ്ടില്ല കേട്ടില്ല എന്ന ഭാവം ഇവർ കാട്ടുന്നത്. ഇവരുടെ ജ്യോത്സ്യന്മാർ ഇവർക്ക് വിവരം കൊടുത്തതിന്റെ ശേഷമാണ്. അവരുടെ ഈ വക്രമായ മതത്തിന് നിലനിൽപ്പില്ല, നമ്മുടെ വക്രമായ മതത്തിന് നിലനിൽപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തോടനുബന്ധിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ അങ്ങ് സംഭവിച്ചപ്പോ അവരതാ സത്തീഹിന്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോ നമ്മുടെ തകർച്ചയാണിത് സൂചിപ്പിക്കുന്നത്, തകർച്ചയുടെ സൂചനയാണെന്ന് പറഞ്ഞു. നമ്മുടെ ദീൻ നിലനിൽക്കില്ലെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിഷേധിച്ച കാഫിറുകൾ, നിഷേധികൾ അന്ന് കണ്ടത് ആരെയാണ്? എന്റെ സഹോദരന്മാര് ചിന്തിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ലോകത്ത് വലിയ പരാജയം മുശ്രിക്കുകൾക്ക് വരുമെന്ന് പ്രഖ്യാപിച്ച ഒരുപാട് ജ്യോത്സ്യന്മാർ, ഒരുപാട് പുരോഹിതന്മാർ, ആ പുരോഹിതന്മാരെ കണ്ടിട്ടുണ്ട്, ജ്യോത്സ്യന്മാരെ കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ കണ്ട് അവരൊക്കെ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിട്ട് എന്നിട്ടുമാണ് ഇവര് ഈ കോലത്തിൽ നടത്തുന്നത്, ഈ കോലത്തിൽ നിഷേധിക്കുന്നത്, കളവാക്കാൻ തയ്യാറാകുന്നത്. ഇതൊരു വല്ലാത്ത അത്ഭുതമായി പോയി. വല്ലാത്ത അന്ധന്മാരും ബധിരന്മാരും തന്നെ. في الأفق من شهب منقضة وفق ما في الأرض من صنم وبعدما آينوا, അവർ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതിന്റെ ശേഷമാണിത്. وبعدما آينوا في الأفق من شهب, ചക്രവാളത്തിൽ അവർ കാണുന്നു. മിൻ ശുഹുബി, ഉൽക്കവർഷങ്ങൾ കാണുന്നുണ്ട് ഇവർ. അത് കണ്ടതിന്റെ ശേഷമാണ് അല്ലാഹുവിന്റെ റസൂലിനെ നിഷേധിക്കുന്നത്. മുൻഖല്ലത്തിൻ, പൊട്ടി വീഴുന്ന ഉൽക്കവർഷങ്ങൾ അവർ കാണുന്നു. അതുകൊണ്ട് നിൽക്കുന്നില്ല. വഫ്ഖമാ ഫിൽ അർളി മിൻ സലമി,
ഭൂമിയിൽ ബിംബങ്ങൾ തലകുത്തി വീഴുന്നതിന് തലകുത്തി വീണു. അതിനോടനുബന്ധിച്ച് തന്നെ ബിംബങ്ങൾ ഭൂമിയിൽ തലകുത്തി വീണതിനോടനുബന്ധിച്ച് അതേ രൂപത്തിൽ അതാ മുകളിൽ നിന്ന് കൊള്ളിമീനുകൾ എറിയപ്പെട്ടു. മുകളിൽ നിന്ന് ഉൽക്കവർഷങ്ങളുണ്ടായി. ഈ ഉൽക്കവർഷങ്ങളുണ്ടായിട്ട് ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇതൊക്കെ ഹബീബ് അവരെ പഠിപ്പിച്ചിട്ട് എന്നിട്ടും ഇവർ ഹബീബിനെ നിഷേധിക്കാൻ തയ്യാറാകുന്നല്ലോ. എത്രത്തോളം ആ ഉൽക്കവർഷങ്ങൾ കാരണം ബിംബങ്ങൾ തലകുത്തി വീണു, ഉൽക്കവർഷങ്ങൾ ഉണ്ടായപ്പോൾ നക്ഷത്രങ്ങളെ കൊണ്ടുള്ള ഏറ് നടന്നപ്പോൾ അതോടുകൂടെ ആയിത്തീർന്നു വഹി വരുന്ന വഴിയെ തൊട്ട് അഥവാ ആകാശത്തിൽ നിന്ന് മുൻഹസിമു പിന്തിരിഞ്ഞു പോരാൻ തുടങ്ങി. ഷയാത്തീനെ പിശാചുക്കൾ പിന്തിരിഞ്ഞു പോരാൻ തുടങ്ങി. ഒന്നിന്റെ പിന്നിൽ ഒന്നായി ഒരുത്തൻ തോറ്റോടുമ്പോൾ രണ്ടാമത്തവനും ഓടുന്നു, മൂന്നാമത്തവനും ഓടുന്നു, നാലാമത്തവനും ഓടുന്നു. തുടരെയായി പരാജയം ഏറ്റു സമ്മതിച്ച് അവർ ഇതാ ഭൂമിയിലേക്ക് വീഴുന്നു. ഇതിലൊക്കെ ഈ പറഞ്ഞ വരികളിലൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തില് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന വലിയ പാഠമുണ്ട്, വലിയ പാഠം മുസ്ലിമീങ്ങൾക്ക് ഇതിലുണ്ട്. അതെന്താ? ആകാശത്ത് ഉൽക്കവർഷമുണ്ടാകുന്നത്, ആ ഉൽക്കവർഷം കാരണമായിട്ട് പിശാചുക്കൾക്ക് ഏറുകൊള്ളുന്നത്, പിശാചുക്കളുടെ കട്ടുകേൾവി നിഷേധിക്കപ്പെടുന്നത്, ഇതൊക്കെ കണ്ടിട്ട് പിന്നെയും ഇവർ ഈ കോലത്തിൽ ചെയ്യുന്നല്ലോ. എന്നിട്ട് ആ ഉൽക്കവർഷം നേരിട്ട സമയത്ത് പിശാച് ഓടുന്നതിനെ ഒരുപാട് ചരിത്രങ്ങളോടങ്ങ് സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാനുള്ള ഭാഗമാണ്. നമുക്ക് പറയാം. അതിന്റെ മുമ്പ് ജിന്നുകൾക്ക് ഉറപ്പാണ്, ആകാശത്ത് നിന്ന് ശരിക്ക് ജിന്നുകൾക്ക് ഏറ് കിട്ടുന്നുണ്ട്. അതിനാണ് ഉൽക്കവർഷം. ശാസ്ത്രം എന്തു പറഞ്ഞാലും അതിന് നമുക്ക് കുഴപ്പമില്ല, കാരണം നാം പറഞ്ഞതിനോട് അത് എതിരാകൂല. കാരണം പിശാചുക്കള് ഇങ്ങനെ കട്ട് കേൾക്കാൻ വേണ്ടി ഒരാളുടെ തോളിൽ ചവിട്ടി മുകളിൽ വരെ എത്തി നിന്ന് കട്ടു കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് പോയി അവിടെ ഒരുമിച്ച് നിന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സൂറത്തുൽ ജിന്നില് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളുടെ തന്നെ വാക്കെടുത്ത് പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ജിന്നുകളെ കുറിച്ച്. ജിന്നുകൾക്ക് 7 ആകാശത്തും സ്വതന്ത്രമായി വിഹരിക്കാൻ പറ്റിയിരുന്നു ആദ്യ കാലഘട്ടത്തിൽ എന്ന. ആദ്യകാലത്ത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനത്തിനു മുമ്പ്, ഈസാ നബി അലൈഹിസ്സലാം ജനിക്കുന്നതിന്റെ മുമ്പ് ജിന്നുകൾക്ക് 7 ആകാശത്തും പിശാചുക്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ശരിക്ക് വലസി നടക്കാമായിരുന്നു. പക്ഷേ അത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മത്തോടുകൂടെ 3 ആകാശത്തേക്കുള്ള അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടു. പിന്നെ 3 ആകാശത്തേക്ക് കയറാൻ പറ്റില്ല. അതിന്റെ ചുവട്ടിലേ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇന്നാ സയ്യന്ന സമാഅ ദുനിയാ ബിസീനത്തിൽ കവാകിബ് വഹിഫ്ളം മിൻ കുല്ലി ശൈത്വാനിൻ മാരിദ് ലാ യസ്മഊന ഇലൽ മലഇൽ അഅ്ലാ വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ് ദുഹൂറൻ വലഹും അദാബുൻ വാസിബ് ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. അല്ലാഹു തആല പറയുന്നു സൂറത്തു സാഫാത്തിൽ 6 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മത്തോടുകൂടെ 3 ആകാശത്തേക്ക് നിഷേധിക്കപ്പെട്ടു. പിന്നെ അതിന്റെ മുകളിലേക്ക് പിന്നെ അവർക്ക് പോകാൻ കഴിയൂലായിരുന്നു. രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു. എന്തൊക്കെയാണ് ലോകത്ത് മനുഷ്യർക്ക് അല്ലാഹു ചെയ്യാൻ പോകുന്നത് എന്ന് മലക്കുകളെയാണല്ലോ ഏൽപ്പിക്കുന്നത്. അവരുടെ രഹസ്യ സംഭാഷണങ്ങൾ കേട്ടുവന്ന് അതിന് എതിരായിട്ട് വിടാൻ കഴിയുമായിരുന്നു. ആരെങ്കിലും ഒരാളെ നന്മയിലേക്ക് നയിക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ അത് പിന്തിരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ കുറെ സ്വാതന്ത്ര്യമെന്ന് നിഷേധിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തോടുകൂടെ, ഹബീബ് ജനിക്കുന്നതോടുകൂടെ അതാ അവിടുന്ന് നിഷേധിക്കപ്പെടുന്നു. മുഴുവൻ ആകാശങ്ങളും ഇവർക്ക് കൊട്ടിയടക്കപ്പെട്ടു. പിന്നെ ഇവർ 1-ാം ആകാശത്തിന്റെ ചുളിവുകളിൽ ചെന്ന് നിൽക്കും. 1-ാം ആകാശത്തിന്റെ പരിസരത്ത് ചെന്ന് കൂട്ടം കൂടി ചെവിയും കൂർപ്പിച്ച് നിൽക്കും പിശാചുക്കൾ. ഇത് പിശാച് തന്നെ പറയുന്നത് കാണാം നമുക്ക്. പിശാച് തന്നെ ഈ കാര്യം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. പിശാച് തന്നെ ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ
എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് പറയുന്നു, നബിയെ, ഞങ്ങള് ആകാശത്തിന്റെ ദിക്കുകളിൽ പോയി ഇരിക്കാറുണ്ടായിരുന്നു നബിയെ, പക്ഷേ ആ ഇരിക്കുന്നത് ഞങ്ങൾക്ക് പിന്നീട് തടയപ്പെട്ടു നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിന്നുകൾ തന്നെ വന്ന് നേരിട്ട് പറഞ്ഞതായിട്ട് കാണാം. ഇന്നാ ലമസ്ന സമാഅ ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വശുഹബ വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖായിദ ലിസ്സം ഫമൻ യസ്തമിഇൽ ആന യജിദ് ലഹു ശിഹാബൻ റസദാ. ആര് പറഞ്ഞതാ? ജിന്ന് സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞതാ. ഖുല്ലു ഹിയ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിൻ. അങ്ങനെയാണല്ലോ അത് തുടങ്ങുന്നത് തന്നെ. ജിന്ന് സൂറത്ത് തുടങ്ങുന്നതിന് അങ്ങനെയാ. ഒരു വിഭാഗം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ക്ലാസ് കേൾക്കാൻ വന്ന അനുഭവം പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. അങ്ങനെ ജിന്നുകൾ പറഞ്ഞ വിവരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നോക്കൂ നിങ്ങൾ, ജിന്നുകൾക്ക് അങ്ങനെ കുതിക്കാൻ കഴിയും. ജിന്ന് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. ആ ജിന്നുകൾ എന്നിട്ട് ഇവിടെ മനുഷ്യർക്ക്, ആ ജിന്നുകളെ സേവിക്കുന്ന മനുഷ്യർക്ക് അത് ഇട്ടുകൊടുക്കും. മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാനും പ്രയാസപ്പെടുത്താനും അത് ഉപയോഗപ്പെടുത്തും എന്നൊക്കെ നേരിട്ട് ജിന്നുകൾ പറഞ്ഞതാണ്. പക്ഷെ അതിനെ നിഷേധിക്കുന്നവൻ ഖുർആൻ നിഷേധിക്കുന്നവനല്ലേ? ഇതാ ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ ആദ്യ നാളുകളിലൊക്കെ പറഞ്ഞിരുന്നത്. ആദ്യ ദിവസങ്ങളിലൊക്കെ ഞാനത് പറഞ്ഞിരുന്നു. കാരണം ഈ ജിന്ന് എന്ന യാഥാർത്ഥ്യം നിഷേധിക്കാൻ ഒരു കൂട്ടർ ഒരുങ്ങിയിരുന്നു. പക്ഷേ അവർ അല്പമൊന്ന് ഇപ്പോ ഒരു ചെറിയ ബോധം വന്ന് ജിന്ന് ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയ ഒരു കൂട്ടർ ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നവരും ഉണ്ട് എന്ന് പറയുന്നവരും തമ്മിൽ ഇന്ന് വലിയ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തില് ഒരുപാട് സ്ഥലങ്ങളിൽ. യഥാർത്ഥത്തിൽ ഇതിന്റെ നിലപാട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചെറുതായൊന്ന് നിങ്ങളോട് പറഞ്ഞതാണ്. നമ്മൾ അവിടെയൊക്കെ കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത എന്ന ശൈലിയിലാണ്. ഉണ്ട്, അവർക്ക് വർഗപരമായി നമ്മളെക്കാൾ പല കഴിവുകളുമുണ്ട്, മനുഷ്യരെ ശല്യം ചെയ്യാൻ അവർക്ക് കഴിയും എന്ന്. അങ്ങനെ വല്ല ശല്യവും രോഗവും അവർ മുഖേന ഉണ്ടായാൽ അതിന് ആ പൈശാചിക രോഗങ്ങൾക്ക് മാർഗം ആത്മീയ ചികിത്സയാണെന്നും ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ കാണുന്നതൊക്കെ ജിന്നായി പോകുന്ന ഒരു കൂട്ടർ ഇപ്പൊ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കാർട്ടൂണുകൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാർട്ടൂണുകൾ വരച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം. എന്നാൽ ജിന്നില്ല എന്ന് പറയുന്ന ഒരു മൗലവിയെ, ഒരു സുല്ലമിയെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വഹാബിസം പഠിപ്പിച്ചത് ഇവർക്കൊക്കെ അവനാണ്. കേരളത്തിൽ വഹാബിസം പഠിപ്പിച്ചത് ഈ കേരളത്തിലെ മുഴുവൻ മൗലവിമാർക്കും വഹാബിസം പഠിപ്പിച്ചത് ഈ തലതിരിഞ്ഞ മൗലവിയായിരുന്നു. എന്നിട്ട് ആ മൗലവിയോട് ഇന്നിവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉസ്താദിനോട്. ഉസ്താദ് ചോദിച്ചു, ഞാൻ പറഞ്ഞു തന്നതല്ലാതെ ചങ്ങായിമാരെ, നിങ്ങൾക്ക് ഇന്ന് വരെ ഒരു കിതാബ് അവ്വൽ മുതൽ ആഖിർ വരെ നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആദ്യാന്ത്യം ഒരു കിതാബ് വായിച്ച അനുഭവം ഉണ്ടോ? ഇല്ല. ഞാൻ പറയുന്ന മാറ്റർ ഇങ്ങനെ കൊണ്ടുപോയി പ്രസംഗിക്കല്ലായിരുന്നോ? സലാം സുല്ലമി അദ്ദേഹം ചോദിക്കുകയാണ്. ആരോടാ ചോദിക്കുന്നത്? സക്കരിയ സലാഹി പോലെയുള്ള ആളുകളോട്. കാരണം ജിന്നും ശൈത്താനൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഇയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ തന്ന മാറ്റർ ഇങ്ങനെ എപ്പോൾ നിങ്ങൾ ഞാൻ പറയാത്ത കുറച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അത് സീഡിട്ട് നെറ്റിയാണ്ടുള്ള പരിപാടിയല്ലേ, ഇൽമുണ്ടായിട്ടൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇയാൾ അങ്ങോട്ട് പരിഹസിക്കുകയാണ്. അപ്പൊ അവർ തിരിച്ച് ഇങ്ങോട്ട് പരിഹസിക്കുന്നു. ഞങ്ങൾ ഉസ്താദാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇത്രയും കൊല്ലം ഞങ്ങളെ പഴപ്പിച്ച ആള് എന്നല്ലാതെ ഉസ്താദ് എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അവകാശപ്പെടാൻ പറ്റൂല, ഞങ്ങൾക്ക് സമ്മതിച്ചു തരാൻ പറ്റൂല എന്ന് പരസ്യമായിട്ട് അങ്ങോട്ടും പറയുന്നു. എന്നിട്ട് ജിന്നും പിശാച്ചും ശൈത്താനും ഒന്നും ഇല്ലെങ്കിൽ എത്രയോ സഹിഹായ ഹദീസുകളെ നിഷേധിക്കേണ്ടി വരൂലേ? കക്കൂസിലേക്ക് കിടക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്, പടച്ചവനെ നിന്റെ നാമത്തിൽ ഞാൻ ആൺപിശാച്ചിനെ തൊട്ടും പെൺപിശാച്ചിനെ തൊട്ടും അഭയം തേടുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ കക്കൂസിലേക്ക് കിടക്കേണ്ടത്. പിശാച്ചില്ലാതെ എങ്ങനെയാ പറയാ? അതിനതൊന്നും വേണ്ട, ഖുർആൻ തന്നെ വ്യക്തമായ തെളിവാണ്. ഇതിനൊക്കെ കാട്ടുപോത്താക്കാൻ ഒരുങ്ങിയാൽ, ഇതൊക്കെ കാട്ടുപോത്തുകളെ കുറിച്ചും മനുഷ്യൻ കാണാത്ത ചില സംഗതികളെ കുറിച്ചും ജിന്ന് എന്ന് പറഞ്ഞിട്ട് അതിന് അങ്ങനെ ഒരു പ്രത്യേക സാധനം ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ അത് വ്യക്തമായും ദുർവ്യാഖ്യാനമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ഇവര് ഔദ്യോഗിക വിഭാഗം ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ മിനൽ ഖുബുസി വൽ ഖബായിസ് എന്നതിന് എന്താ അർത്ഥം വെക്കുന്നു? അപ്പൊ സലാം സുല്ലമി അതിന് രസകരമായൊരു അർത്ഥം പറഞ്ഞു. അതുകൊണ്ട് വിഷമല്ല, അത് ആൺകൊതുകിനെ തൊട്ടും പെൺകൊതുകിനെ തൊട്ടും അഭയം തേടുന്നതാ. കക്കൂസുക്ക് പോകുമ്പോൾ മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറഞ്ഞാൽ അതാണ്. ആൺപിശാച്ചും പെൺപിശാച്ചും അല്ല, ആൺകൊതുകിനെ തൊട്ടും പെൺകൊതുകിനെ തൊട്ടും ഞാൻ അഭയം തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്നാൽ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നു. സൂറത്തുൽ ജിന്ന് എടുത്തു നോക്കിയാൽ നമുക്കിതൊക്കെ കാണാൻ കഴിയും. ഞങ്ങൾ ആകാശത്തെ ഒന്ന് തൊട്ടുനോക്കി, ആകാശത്തെ ഞങ്ങളൊന്ന് പരീക്ഷിച്ചു.
ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ? പക്ഷേ നബിയെ, ശക്തമായ സെക്യൂരിറ്റികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നല്ലോ ആകാശം, എന്തൊക്കെയോ സുരക്ഷാ വലയങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നല്ലോ ആകാശത്ത് നബിയെ. ഭയങ്കര സുരക്ഷാ വലയമാണിപ്പോ, പഴയതുപോലെയല്ല. അവിടെ വിഷയം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടു കൂടി അതുണ്ടാകുന്നത്. അതുകൊണ്ടായി വന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പണ്ടത്തെ മാതിരിയല്ല, ഇപ്പൊ ആകാശത്തൊന്നും കയറാൻ പറ്റുന്നില്ല, ആകെ സുരക്ഷാ വലയ. അതുകൊണ്ട് ഹറസൻ ശദീദ വശുഹുബ, മാത്രമല്ല ഉൽക്കവർഷങ്ങളും. എങ്ങനെയെങ്കിലും ഒന്ന് നോണ്ട് കയറാൻ ഒരുങ്ങുകയാണെങ്കിൽ നല്ലോണം വേദനിക്കേണ്ടി വരും, വേദനിച്ച് തിരിച്ചു പോരേണ്ടി വരും. ഉൽക്കയുടെ ഏറുകൾ കൊള്ളുകയാണ്, ഇത് സഹിക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഞങ്ങൾ ആകാശ വിവരങ്ങൾ കേൾക്കാൻ വേണ്ടി ആകാശത്ത് ചില ഇരിപ്പിടങ്ങളിലൊക്കെ ചെന്നിരിക്കാറുണ്ടായിരുന്നു. നേരത്തെ ആകാശലോകം ഞങ്ങൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ പറ്റിയിരുന്നു. ഇത് ഖുർആനല്ലേ, സൂറത്തുൽ ജിന്നിലുള്ളതാ. ഇപ്പോ നിങ്ങൾ ജനിച്ചതിന്റെ ശേഷം, നിങ്ങൾ വന്നതിന്റെ ശേഷം നബിയെ, ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തുനിന്ന് ആരെങ്കിലും ഇത് കേൾക്കാൻ വേണ്ടി പോയാൽ, ഇന്നാരെങ്കിലും ശ്രദ്ധിച്ച് ചെവി കൊടുത്ത് കട്ട് കേൾക്കാൻ ഒരുങ്ങിയാൽ, അവനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഉൽക്കവർഷം ഉടനെ അവന് നേരിടേണ്ടി വരും. കറക്റ്റായിട്ട് ഇവനെ ഉന്നം വെച്ച് നിൽക്കുന്ന ഒരു നക്ഷത്രം ഉടനെ തന്നെ അതുകൊണ്ട് അവനെ എറിയും. ഭൂമിയിലേക്ക് തന്നെ അടർന്നു വീഴുന്ന ഒരു ചുറ്റുപാട് ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇവർ തുടർന്ന് പറയുന്നുണ്ട്, സൂറത്തുൽ ജിന്നിൽ തന്നെ ഈ 8 മുതൽ 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആ ആയത്തുകളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ അവർ അതിന്റെ പിറകിൽ തന്നെ പറയുന്നുണ്ട്, ഇതെന്തിനാണെന്ന് അറിയൂല, ഞങ്ങൾക്കറിയില്ല. അല്ലാഹു തആല ഇതുകൊണ്ട് ഷർറാണോ ഉദ്ദേശിച്ചത്, അതോ ഭൂമിയിലുള്ളവർക്ക് ഖൈറാണോ ഉദ്ദേശിച്ചതെന്ന് അറിയൂല. ആകാശലോകത്തൊക്കെ ഭയങ്കര സുരക്ഷാ വലയം കാണുന്നുണ്ട്, പണ്ടത്തെ പോലെയല്ല. ഈ മാറ്റമൊക്കെ ഇപ്പൊ എന്തിനാണെന്നറിയൂല, നല്ലതിനാണോ അതോ കേടിനാണോ ഞങ്ങൾക്കറിയൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയാ. ജിന്നുകൾ ഒരു പുതിയ മാറ്റം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടെയാണ്. അപ്പൊ കാഫിർ ജിന്നുകൾ ഈ ശക്തമായ സുരക്ഷാ വലയങ്ങൾ സൃഷ്ടിച്ചപ്പോ കാഫിർ ജിന്നുകൾ ദുഃഖം കൊണ്ട് ഓരിയിട്ടു, മുഅ്മിനീങ്ങളായ ജിന്നുകൾ സന്തോഷം കൊണ്ടും ഓരിയിട്ടു. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ്. കാഫിർ ജിന്നുകളും അതുപോലെ തന്നെ മുസ്ലിം ജിന്നുകളും സന്തോഷം കൊണ്ട് ഓരിയിട്ടു. അല്ല, മുസ്ലിം ജിന്നുകൾ സന്തോഷം കൊണ്ടും കാഫിർ ജിന്നുകൾ സന്താപം കൊണ്ടും അതാ ഒച്ച വെക്കുകയായിരുന്നു. വൽ ജിന്നു തഹ്തിഫു വൽ അൻവാറു സാഫിയത്തുൻ എന്ന് പറഞ്ഞതിന്റെ ആശയവും അത് തന്നെയാവാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ അല്ലാഹു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇന്നാ സയ്യന്നസ് സമാഅ ദുനിയാ ബിസീനത്തിൽ കവാകിബ്. ഒന്നാനാകാശത്ത് നമ്മൾ നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കൃതമാക്കി, നാം അലങ്കരിപ്പിച്ചു കളഞ്ഞു. നക്ഷത്രങ്ങളെ കൊണ്ട് നാം അലങ്കരിപ്പിച്ചു, ഡെക്കറേഷൻ ചെയ്തൊരുക്കി. വഹിഫ്ളം മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. പിന്നെ എന്തിനായി ഈ നക്ഷത്രങ്ങൾ എന്നറിയോ? അനുസരണക്കേട് കാണിക്കുന്ന പിശാചിൽ നിന്ന് സംരക്ഷണവുമാണ്. വല്ലവരും എത്തി നോക്കാൻ വരികയാണെങ്കിൽ കൊടുക്കണം ഒരേറ്. വഹിഫ്ളം മിൻ കുല്ലി ശൈത്താനിൻ മാരിദ്. അത്യുന്നതങ്ങളിൽ നടക്കുന്ന ചർച്ച ഇവർക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങ് അകലെ 7-ാം ആകാശത്ത്, 6-ാം ആകാശത്ത്, 5-ാം ആകാശത്ത് അതൊന്നും കേൾക്കാൻ കഴിയൂല. 1-ാം ആകാശത്ത് മലക്കുകളുടെ തീരുമാനം പതുക്കെ ചെവി വെച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ അത് കേൾക്കുമ്പോഴേക്ക് ഉൽക്കവർഷം വരും. അതിൽ 1-2 ഒക്കെ കിട്ടും. അക്കിട്ടിയതിൽ 100 നുണയും കൂട്ടി പിശാചിനെ സേവിക്കുന്നവർക്ക് ആ പിശാചത് ചൊല്ലിക്കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ഇന്ന് പിശാച് സേവയുള്ളവര്. ചിലപ്പോ നമുക്കറിയാത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം. ഇവരവിടെ പോയി കൊണ്ടുവരുന്നതാണ്. അത്ഭുതപ്പെടേണ്ട. ഖുർആൻ വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ ഇത് വിശ്വസിക്കേണ്ടി വരും. അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. 100 നുണ ഇവരുടെ വക കൂട്ടും ഈ കാഫിർ ജിന്നുകള്, അഥവാ ശൈത്താൻമാർ. ഞാൻ പറഞ്ഞല്ലോ, അനുസരണക്കേട് കാണിക്കുന്ന ജിന്നു വർഗത്തിലാണ് ശൈത്താൻ, മനുഷ്യവർഗത്തിലുമുണ്ട് ശൈത്താൻ. 2 വർഗത്തിലുമുണ്ട് ശൈത്താൻ. എന്നിട്ട് വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗത്തുനിന്നും അവരെ എറിയപ്പെടും. എന്തിന്? അവരെ വിരട്ടാൻ വേണ്ടി, അവരെ തുരത്താൻ വേണ്ടി, ദുഹൂറൻ അവരെ തുരത്താൻ വേണ്ടി അവരെ എറിയപ്പെടും. വലഹും അദാബുൻ വാസിബ്, നിത്യമായ സദാ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ കഠിനമായ ശിക്ഷ അവർക്ക് ലഭിക്കാൻ പോകുന്നുണ്ട്. വലഹും അദാബുൻ വാസിബ്,
ഇല്ലാ മൻ ഖതിഫൽ ഖത്ഫത ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്. ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒന്നാനാകാശത്ത് നടക്കുന്ന ചർച്ചകൾ പറ്റിയെടുക്കാൻ, എടുത്തുകൊണ്ടുവരാൻ പതുക്കെ കട്ടുകേട്ട് അത് നേടാൻ വേണ്ടി ശ്രമിച്ചാൽ ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്, അവനിൽ തുളച്ചു കയറുന്ന ഉൽക്ക ഉടനെ തന്നെ അവനെ പിന്തുടരും. ഫഅത്ബഅഹു ശിഹാബുൻ സാഖിബ്, തുളച്ചു കയറുന്ന ഒരു ഉൽക്ക വന്നിട്ട് അവനെ പിടികൂടും, അതിൽ സംശയിക്കാനില്ല. ഇതാ പറയുന്നത് ഹത്താ ഗദാ അൻ ത്വരീഖിൽ വഹ്യി മുൻഹസിമു മിനശ്ശയാത്തീനി യഖ്ഫു യസ്റ മുൻഹസിമി കഅന്നഹും ഹറബൻ അബ്താലു അബ്റഹതി ഔ അസ്കറും ബിൽ ഹസാ മിൻ റാഹതൈഹി റുമീ. അവര് ഉൽക്കവർഷം കൊണ്ട് ഏറ് കിട്ടുമ്പോൾ പിശാചുക്കൾ ഓടുന്നത് ഏതുപോലെയാണെന്നറിയോ? ഇമാം ബൂസീരി പറയുന്നു, ആകാശത്തു നിന്ന് ഓടുന്നത് അത് കഅന്നഹും ഹറബൻ, ഓട്ടം കണ്ടാൽ അവരേതുപോലെ ഓടുന്നു. അബ്താലു അബ്റഹതി, അന്ന് കഅബ പൊളിക്കാൻ വേണ്ടി ആനപ്പട നയിച്ച അബ്രഹത്തിന്റെ ധീരന്മാരായ യോദ്ധാക്കൾ പിന്തിരിഞ്ഞോടിയതുപോലെ, അല്ലെ ഊക്കിലായിരുന്നു കഅബ പൊളിക്കാൻ വന്നിരുന്നത്, അവര് പിന്തിരിഞ്ഞോടിയതുപോലെ ഓടും. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ഈ സംഭവത്തെ കുറിച്ചാണ് അല്ലാഹു തആല പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഇമാം ബൂസീരി ഒരു സംഭവം എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ എത്ര ചരിത്രങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാചിന് ഉൽക്കവർഷം ലഭിക്കുമ്പം പിശാച് ഓടുന്നത് അതിനേതിനോടാ ഉപമിപ്പിക്കുന്നത്? അബ്രഹത്തിന്റെ കൂട്ടരോടുന്നതിനോട്. അപ്പൊ ആ കഥ ആ അരവരിയിൽ വന്നു. എന്നിട്ട് വീണ്ടും പറയുന്നു, ഔ അസ്കറും ബിൽ ഹസാ മിൻ റാഹതൈഹി റുമീ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉള്ളം കൈകൊണ്ട് നബി ഒരു പിടി ചരക്കല്ലെടുത്ത് എറിഞ്ഞ സൈന്യം ഓടുന്നത് പോലെ ഓടുന്നു. ഔ അസ്കറും ബിൽ ഹസാ മിൻ റാഹതൈഹി റുമീ, നബിതങ്ങളുടെ റാഹത്തൈഹി, നബിതങ്ങളുടെ രണ്ട് ഉള്ളം കൈ കൊണ്ട് എടുത്ത ഹസ, ആ ചരക്കല്ലുകൊണ്ട് എറിയപ്പെട്ട അസ്കർ സൈന്യം ഓടുന്നത് പോലെയാണ്. അവർ ഒരൊറ്റ വരിയിൽ രണ്ട് ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് സൂചിപ്പിച്ചു. ഒന്ന് അബ്രഹത്തിന്റെ പതനം, കഅബ പൊളിക്കാൻ വേണ്ടി വന്നത്. അതൊക്കെ നമുക്കൊക്കെ അറിയാലോ. ആനപ്പട നയിച്ചത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ഈ അധ്യായമൊക്കെ സാധാരണ എൻ്റെ കണ്ടിന്യൂ ആയി വരുന്ന തുടർ ക്ലാസ്സുകളിൽ, സാധാരണ സീരിയൽ ഖുർആൻ ക്ലാസ്സുകളിൽ ഒരു ദിവസം പൂർണ്ണമായി ചർച്ച ചെയ്താലും തീരാതിരിക്കുന്ന ഭാഗമാണ്. അതെന്തായാലും നമ്മളിവിടെ കുറഞ്ഞ മിനിറ്റ് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. അപ്പം അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആ സംഭവം, ആ ആയത്തിന്റെ അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ, സംഭവത്തിലേക്ക് കടന്നു വരുന്നില്ല. അബ്രഹത്തിന് താനുണ്ടാക്കിയ ആ ചർച്ചിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് കഅബ പൊളിച്ചെങ്കിലേ നിർവാഹമുള്ളൂ എന്ന് കണ്ടപ്പോൾ കഅബയിലേക്ക് ആനപ്പട നയിച്ചതാണ്, കഅബ പൊളിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഇതാണ് സംഭവം. അതിന് കുറെ പശ്ചാത്തലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിന്റെ മുമ്പ് മറ്റു പല പശ്ചാത്തലങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാം പറയുമ്പോഴേ മനസ്സിലാകൂ. പക്ഷെ അത് പറയുമ്പോഴേക്ക് ആ ചരിത്രം പൂർണ്ണമായി പറയാൻ കഴിയില്ല. അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വന്നു, അത്ര ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം. കഅബ പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അല്ലാഹു തആല കഅബയെ രക്ഷിക്കുന്നു. ഉദ്ദേശം നല്ലതല്ല. അതുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കാൻ വരുമ്പോൾ അബ്രഹത്ത് അന്ന് ലോകത്ത് നസാറ മതമാണുള്ളത്. അന്ന് ക്രിസ്ത്യൻ മതമല്ലേ ലോകത്തുള്ളത്, സത്യമായ മതമതാണ്. പക്ഷേ സത്യത്തിന്റെ ആളായിട്ട് പോലും അങ്ങനെയാണ്. അങ്ങനെ മനസ്സിലാക്കണം നിങ്ങൾ. അബ്രഹത്ത് മോശപ്പെട്ട ആളായിരുന്നില്ല. മോശപ്പെട്ടു പോയത് കഅബ പൊളിക്കാൻ തീരുമാനിച്ചപ്പോഴാ. അബ്രഹത്ത് സത്യത്തിന്റെ ആളാ. അതേസമയം കഅബത്തിങ്കലുള്ളതാരാ? മുശ്രിക്കുകളും ബിംബങ്ങളുവാ. എന്നിട്ട് ആ കഅബയുടെ ബഹുമാനമറിയുന്ന അബ്രഹത്ത് അതാ അന്ന് സത്യമതക്കാരനായിട്ട് പോലും ആ അള്ളാഹു ബഹുമാനിച്ചതിനെ തൊട്ടുകളിക്കാൻ വന്നപ്പോൾ
ഇപ്പോൾ മുശ്രിക്കുകളുടെ കയ്യിലുള്ള ഈ കഅബ, കാരണം അതെന്തേ ആദ്യത്തെ വീടാണല്ലോ നമ്മുടെ, എന്നല്ല സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതാ നബിതങ്ങൾക്ക് വരാനുണ്ട്, നബിതങ്ങൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബിംബങ്ങളെ മുഴുവനും അവിടെ നിന്ന് തട്ടി നീക്കി വൃത്തിയാക്കി അവിടെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടും. അതുകൊണ്ട് അള്ള ബഹുമാനിച്ചതിനെ തൊട്ടുകളിക്കുമ്പം അബ്രഹത്തിനെ അള്ള പഠിപ്പിക്കുന്നു. അബ്രഹത്ത് ആനപ്പട നയിച്ച് മഹ്മൂദ് എന്ന ആനയെ ലീഡറാക്കി മുന്നിൽ നിർത്തിയിട്ട് വരുമ്പോ അല്ലാഹു തആല അവരുടെ പ്ലാൻ എന്തായിരുന്നു? കഅബയുടെ 4 ഭാഗത്തും നമുക്ക് ആനകളെ ഒരുമിച്ച് നിർത്തിയിട്ട്, അതാ ഒരുമിച്ച് ആനകളെ 4 ഭാഗത്തും നിർത്തിയിട്ട് ഒരുമിച്ച് വരിക്കാൻ പറയണം. അങ്ങനെ കഅബയുടെ ചുമരൊറ്റയടിക്ക് തരിപ്പണമാക്കണം എന്നതാണ് ഇവർ വരുന്ന പ്രഖ്യാപനം അങ്ങ് നടത്തി, വിളംബരം അങ്ങ് നടത്തി. എല്ലാവരും ഓടി ഒളിച്ചു. അബ്ദുൽ മുത്തലിബാണ് അന്ന് കഅബയുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബിന്റെ കയ്യിലാണ്. അബ്ദുൽ മുത്തലിബ് പോയിട്ട് പറഞ്ഞു, പഠിച്ചവനെ നിന്റെ കഅബയാണ്, നീ വേണമെങ്കിൽ രക്ഷിച്ചോ എന്ന്. അബ്ദുൽ മുത്തലിബ് കഅബയെ രക്ഷിക്കാൻ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബും മാറി നിൽക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്തുൽ ഫീലിലൂടെ നമ്മെ പഠിപ്പിച്ചതുപോലെ അബ്രഹത്തിന്റെ കൂട്ടുകാര് ഇതാ ആനപ്പടയും നയിച്ചു വരുമ്പോ അവരുടെ പ്ലാൻ മുഴുവനും അല്ലാഹു തെറ്റിച്ചു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. നബിയേ, നിങ്ങളുടെ രക്ഷിതാവ് ആനയുടെ ആളുകളെ കൊണ്ട്, ആനക്കലഹ സംഭവക്കാരെ കൊണ്ട് നിങ്ങളുടെ രക്ഷിതാവ് എങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ല നബിയേ. അലം തറ കൈഫ ഫഅല റബ്ബുക, നിങ്ങളുടെ റബ്ബ് എങ്ങനെയാണ് ചെയ്തതെന്നറിയില്ലേ? എന്താ ചെയ്തതെന്നറിയില്ലേ എന്നല്ല, എങ്ങനെയാണ് ചെയ്തതെന്നറിയില്ലേ? കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആ സ്ഥലത്ത് മാ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്നാണെങ്കിൽ അത്ര കടുപ്പം കിട്ടൂല. കൈഫ ഫഅല, എന്തു ചെയ്തു? കഅബ തരിപ്പണമാക്കി, ഇവരെ തരിപ്പണമാക്കി, ഇവരുടെ ആനകളെ കൊന്നുകളഞ്ഞു, ഇവരെ തിരിച്ചോടിച്ചു, ഇവരെ പരാജയപ്പെടുത്തി. അതല്ലേ ഇപ്പൊ എന്തു ചെയ്തു എന്ന് ചോദിച്ചാലുള്ള ഉത്തരം അതല്ല, എങ്ങനെ ചെയ്തു, എങ്ങനെയാണ് ഇവരെ അള്ളാഹു ചെയ്തത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്ത് ചെയ്തു എന്നതിനല്ല പ്രാധാന്യം, ഇവരെ പരാജയപ്പെടുത്തിയതിനല്ല പ്രാധാന്യം. എങ്ങനെ പരാജയപ്പെടുത്തി? മഞ്ചാടിക്കുരു പോലെയുള്ള കല്ലുകളെ കൊണ്ടാ പരാജയപ്പെടുത്തിയത്. അപ്പൊ അള്ള ബഹുമാനിച്ചതിനോട് തൊട്ടുകളിച്ചാൽ, അള്ള ബഹുമാനിച്ചവരെ തൊട്ടുകളിച്ചാൽ എത്ര ധീരന്മാരാവട്ടെ, അതിശക്തരാവട്ടെ, അള്ളാഹുവിനെ അവരെ വകവരുത്താൻ ഒരു മഞ്ചാടിക്കുരു പോലത്തെ കല്ല് മതിയാകും. അബാബീൽ പക്ഷികളുടെ ഓരോ അബാബീൽ പക്ഷിയുടെയും കയ്യിൽ 3 വീതം കല്ലുകൾ, ഒന്ന് കൊക്കില്, 2 2 കാലുകളില് ഇറുക്കി പിടിച്ച് ആ കല്ലിൽ ആ ആളുടെ പേരെഴുതിയിരുന്നു. ഇത് ആരുടെ തലയിലേക്കാണ്? നേരത്തെ പറഞ്ഞ ശിഹാബൻ റസദാദ് പറഞ്ഞ മാതിരി കൃത്യമായിട്ട് ഒരാൾ ഉന്നം വെച്ച് നിൽക്കുന്ന ഉൽഖ എന്ന് പറഞ്ഞില്ലേ, അതേ രൂപത്തിൽ തന്നെ ഇത് കൊണ്ടുവന്നിട്ട് ഈ കല്ലാണ് ഇട്ടാൽ അത് ആരുടെ തലയിലാണ്, ഇതിന്റെ മേലെ എഴുതിയ പേര് ഏതാളുടെ പേരാ എഴുതിയത്, ആ കക്ഷിയുടെ തലക്കങ്ങ് ചെന്ന് വീഴും. വീണാൽ അതിന്റെ ഗതികേടെന്തായിരുന്നു? നേരെ താഴോട്ടങ്ങിറങ്ങും. താഴോട്ടങ്ങിറങ്ങിയിട്ട് ഉള്ളിലിതൊക്കെ കലക്കി ദുബറിയിലൂടെ, പിന്ദ്വാരത്തിലൂടെ അങ്ങോട്ട് ഒഴിക്കും. ചുരുക്കത്തിൽ കാറ്റൊഴിച്ച ട്യൂബ് പോലെ മുഴുവനും അവിടെ വീണു. കുറേ ആളുകൾ ജീവനും കൊണ്ട് തിരിച്ചോടി. അപ്പുറത്തൊക്കെ തിരിച്ചോടിയ കൂട്ടത്തിൽ പെട്ടതാണ്. എന്നിട്ട് വീണ് കഷ്ണം മുറിഞ്ഞ് മരിച്ച കൂട്ടത്തിൽപ്പെട്ടയാളാണ്, ചത്തുപോയ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ അബ്രഹത്തും കൂട്ടരും ഓടിയ ഓട്ടം അതാണ് ഇവിടെ എടുക്കുന്നത്. അബാബീൽ പക്ഷികൾ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ പൊള്ളുന്ന കല്ലിങ്ങനെ ഇട്ടു. അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ തന്ത്രങ്ങളൊക്കെ നാം അവതാളത്തിലാക്കിയില്ലയോ? അവർക്കൊരു വലിയ തന്ത്രം ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പഴപ്പിച്ചില്ലേ അല്ലാഹു. ഒരു വിചാരിച്ചതൊന്നുമല്ലല്ലോ നടന്നത്. പോകണം, ഒരുമിച്ച് 4 മൂലയും പിടിച്ച് വരിക്കണം എന്നൊക്കെ ആയിരുന്നു. അതിന് അങ്ങോട്ട് കടക്കാൻ തന്നെ കഴിഞ്ഞില്ല, ഹറമിലേക്ക് കടക്കാൻ തന്നെ കഴിഞ്ഞില്ല. അതിനു മുമ്പ് അർസലാലൈഹിം തൈറൻ അബാബീൽ, അബാബീൽ പക്ഷികൾ അവരുടെ മേൽ അല്ലാഹു പറഞ്ഞയച്ചു. തർമീഹിം, ആ അബാബീൽ പക്ഷികൾ അവരെ എറിയുന്നു. ബിഹിജാറത്തിൻ മിൻ സിജീൽ, അതാ നല്ല ചുട്ടുപൊള്ളുന്ന മണ്ണ് കൊണ്ടുണ്ടാക്കിയ, ഉരുട്ടിയുണ്ടാക്കിയ കല്ല്, ആ കല്ലുകൊണ്ട് അവരെങ്ങനെ എറിഞ്ഞു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അതോടുകൂടെ അവരെ തിന്നു ചവച്ചിട്ട വൈക്കോൽ പോലെയാക്കി മാറ്റി. കഅസ്ഫിൻ മഅകൂൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, തിന്നു ചവച്ചിട്ട വൈക്കോൽ പോലെയാക്കി മാറ്റി അവരെ നമ്മൾ, അല്ലാഹു പറയുകയാണ്. എന്നിട്ട്
നോക്കൂ നിങ്ങൾ, ഇതാണ് അബ്രഹത്തിന്റെ പതനം. അപ്പൊ അബ്രഹത്തും കൂട്ടർ വന്ന് ഓടിയതുപോലെ പിശാചുക്കൾ ആകാശത്തു നിന്നോടും. കഅന്നഹും ഹറബൻ അബ്താലു അബ്റഹതി ഔ അസ്കറും ബിൽ ഹസാ മിൻ റാഹതൈഹി റുമീ. ഇവിടെയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പരാമർശം വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉള്ളം കൈകൊണ്ട് ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോ ബദർ യുദ്ധത്തിൽ ശത്രുക്കൾ ഓടിയതുപോലെ ഓടും. അവര് ശരിക്കോടിയിട്ടുണ്ട് ബദർ യുദ്ധത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയ്യിന്ന് ഒരു കൈ മണ്ണെടുത്ത്, ഒരു പിടി മണ്ണെടുത്ത് അതാണ്ട് എറിയുകയാണ്. എല്ലാവരുടെയും കണ്ണിലായ പിന്നെ ഓടില്ലാതെ നിർവാഹമല്ലല്ലോ. ഇത് യുദ്ധത്തിൽ ഇങ്ങനെ കൃത്യമായി നോക്കണം. വാള് ഇതിലെ വരുന്നു, കുന്തമേതിലെ വരുന്നു, അതിന് ഒഴിഞ്ഞു മാറാനും തിരിച്ചു ശത്രുവിനെ വെട്ടാനും കഴിയണം. കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ പിന്നെ ആകെ പിടുത്തം വിട്ടല്ലോ. പിന്നെ നേരെ ഓടലാ നല്ലത്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഈ മണ്ണ് വാരി അങ്ങ് എറിഞ്ഞപ്പോഴേക്ക് എല്ലാവരുടെ കണ്ണിലും മണ്ണിന്റെ തരികൾ വീണു. തരികൾ വീണതോടുകൂടെ പിടുത്തം വിട്ടു, മുഴുവനും മടക്കി കുത്തി ഓടാൻ തുടങ്ങി. ആ ഓട്ടത്തെ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി ഉപമിപ്പിക്കുന്നത് ആകാശത്ത് നിന്ന് ഏറ് കിട്ടിയിട്ട് ഓടുന്ന പിശാചുക്കളോടാണ്. ആകാശത്ത് നിന്ന് ഏറ് കിട്ടിയിട്ട് ഓടുന്ന പിശാചുക്കളോട്. നബി തങ്ങൾ എന്തേ ഒരു പിടി മണ്ണ് വാരി എറിഞ്ഞപ്പോഴേക്ക് ഇവരങ്ങ് ഓടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിന്റെ കറാമത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിയതിന്റെ ബർക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത്, ഇതൊക്കെ ആയതുകൊണ്ടാണ്. ദാ പറയുന്നു ശേഷം ബദാ നബ്ദം ബിഹി ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ നബ്ദൽ മുസബ്ബിഹി ബിൻ അഹ്ശാഇ മുൽതഖിമി. നബ്ദം ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മണ്ണ് എറിഞ്ഞു. ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ, നബിയുടെ രണ്ട് ഉള്ളം കൈയിന്റെ പള്ളയിൽ കിടന്ന് ആ കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയതിന്റെ ശേഷം, കല്ലുകൾ നബി തങ്ങളുടെ കയ്യിന്റെ പള്ളയിൽ കിടന്ന് തസ്ബീഹ് ചൊല്ലിയതിന്റെ ശേഷമാണ് നബി ആ കല്ലുകൾ എറിഞ്ഞത്. അതുകൊണ്ടാണ് അവർ ഇക്കൂട്ടത്തിലോട് ഈ രൂപത്തിലോടിയത്. ആരെ എറിഞ്ഞതുപോലെ? ഇതാ ഞാൻ പറഞ്ഞത്. ഒരു 2 വരി കൊണ്ട് ചരിത്രത്തിൽ പഠിപ്പിച്ചു. നബ്ദൽ മുസബ്ബിഹി മിൻ അഹ്ശാഇ മുൽതഖിമി. വെട്ടി വിഴുങ്ങിയ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയ ആ മഹാന എറിഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാമിനെ ബഹുമാനപ്പെട്ടവരെ മീൻ എറിഞ്ഞു കളഞ്ഞതുപോലെ തസ്ബീഹ് ചൊല്ലിയപ്പോൾ ബഹുമാനപ്പെട്ടവരെ മീൻ പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞതുപോലെ. അത് തസ്ബീഹ് ചൊല്ലിയ ആളെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് എറിഞ്ഞു. മീനിന്റെ വയറ്റിൽ കുടുങ്ങി. ദുന്നൂൻ എന്നാണ് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത്. ദുന്നൂൻ, മീൻ വിടുങ്ങിയ ആള്, മീൻകാരൻ എന്ന അർത്ഥത്തിനാണ് അത് പ്രയോഗിക്കുന്നത് ബഹുമാനപ്പെട്ടവരെ കുറിച്ച്. എന്നാൽ ഈ നബി തസ്ബീഹ് ചൊല്ലിയ സമയത്ത്, കടലിന്റെ ആഴത്തിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയ സമയത്ത്, പടച്ചവനെ ഞാൻ നിന്നോട് വലിയ അക്രമമാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നീയല്ലാതെ ഇലാഹില്ല, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, പടച്ചവനെ നീയാണ് പരിശുദ്ധൻ, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ മഹാ അക്രമികളിൽ പെട്ടിരിക്കുന്നു റബ്ബേ. ഒരുപാട് കാലം ദഅവത്ത് നടത്തിയിട്ട് ആ പ്രബോധനം ഫലിക്കാഞ്ഞിട്ട് വിഷമിച്ചിട്ട് പോയതാ ബഹുമാനപ്പെട്ടവർ. നാട് വിടാൻ നോക്കിയതാ. അള്ളാഹുവിന്റെ സമ്മതം കിട്ടുന്നതിന് മുമ്പ് വിടുകയായതുകൊണ്ട് കപ്പൽ നീങ്ങിയില്ല. കപ്പൽ നീങ്ങാതിരുന്നപ്പോ എന്താ നീങ്ങാതിരിക്കാൻ കാരണം? ഇവിടെ യജമാനന്റെ അനുമതിയില്ലാതെ ആരോ യാത്ര ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അടിമകൾ ഇഷ്ടംപോലുള്ള കാലാണ്. യജമാന്റെ സമ്മതം കൂടാതെ ഒളിച്ചോടുന്ന അടിമകളുണ്ടെങ്കിൽ കപ്പൽ നീങ്ങില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇവർ പറഞ്ഞു ഏതോ ഒരാൾ യജമാനന്റെ സമ്മതം കൂടാതെ, യഥാർത്ഥ യജമാനന്റെ സമ്മതം കൂടാതെ, അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിക്കടിമയും ഉടമയുമാണ്. ഇവർ പറഞ്ഞു നറുക്കിടണം, നറുക്കിട്ടിട്ട് ആരാന്ന് നോക്കണം. നറുക്കിട്ടപ്പോൾ അത് കിട്ടിയത് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിനാണ്. ബഹുമാനപ്പെട്ടവരെ, ഇതാ എടുത്ത് കടലിലേക്ക് എറിഞ്ഞ് ഉടനെ തന്നെ ഒരു മത്സ്യം വിഴുങ്ങി. ആ സംഭവത്തെക്കുറിച്ചായി പറഞ്ഞത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് വിഷമിക്കുമ്പം ബഹുമാനപ്പെട്ടവർ ചൊല്ലി. യഥാർത്ഥത്തിൽ മത്സ്യം വിഴുങ്ങിയത് അല്ലാഹു തആല ചെറിയൊരു പരീക്ഷണമാണ്. മത്സ്യം വിഴുങ്ങിയത് ഒരു മോശമായ ചുറ്റുപാടല്ല. കാരണം സമുദ്രത്തിൽ മത്സ്യം വന്നിങ്ങ് വിഴുങ്ങുമ്പോൾ തന്നെ അല്ലാഹു
മത്സ്യത്തോട് മത്സ്യത്തോട് പറഞ്ഞു, ഇതാ നിന്റെ വയറ്റിലുള്ളതൊരു നബിയാണ്, ആ നബിക്കൊരു സംരക്ഷണ വലയം എന്ന നിലക്ക് നിനക്ക് നിൽക്കാൻ കഴിയണം. ഒന്നും ചെയ്യാതെ അതാ കിടക്കുന്നു. ബഹുമാനപ്പെട്ടവര് കുറെ കഴിഞ്ഞപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ആരും കേൾക്കാതെ കാണാതെ അതാ അവിടെ വെച്ച് പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ തസ്ബീഹ് ചൊല്ലിയപ്പോ മത്സ്യത്തിന്റെ എന്തോ ഒരു അസ്വസ്ഥത അത് കരക്ക് കൊണ്ടുവന്ന് അതാ അങ്ങ് കക്കിയിട്ടു കരക്കത്തേക്ക്. ഇതാണ് നബ്ദൽ മുസബ്ബിഹി മിൻ അഹ്ശാഇ മുൽതഖിമി. വെട്ടി വിഴുങ്ങിയ മത്സ്യം അതിന്റെ വയറ്റിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയ പ്രവാചകനെ ഇതാ പുറത്തേക്ക് എറിഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയ നബിയെ എറിഞ്ഞതുപോലെ ഇട്ടതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തസ്ബീഹ് ചൊല്ലിയ ഈ കല്ലുകൾ അങ്ങിട്ടു. ഇട്ടപ്പോൾ അതെല്ലാവരുടെയും കണ്ണിലെത്തി. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് കല്ല് തസ്ബീഹ് ചൊല്ലിയെന്നോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട്? അല്ലാഹുവിനെല്ലാം തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എല്ലാ വസ്തുക്കളും അല്ലാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. പടച്ച റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലാത്ത ഒരു വസ്തുവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വഇമ്മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ശരിയാണ്, എല്ലാം തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിന്റെ തസ്ബീഹ് തിരിച്ചറിയാൻ കഴിയുന്നില്ല. സൂറത്തുൻ നൂറിലും അല്ലാഹു ഇതേ ഒരു വാക്ക് പറയുന്നുണ്ട്. ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. കുല്ലും ഖദ് അലിമ സ്വലാത്തുഹു വ തസ്ബീഹ. എല്ലാം അതിന്റെ സ്വലാത്തും തസ്ബീഹും മനഃപൂർവ്വമാണ് നിർവഹിക്കുന്നത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എല്ലാം മനഃപൂർവ്വമാണ് തസ്ബീഹും സ്വലാത്തും നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷി കരയുമ്പോ, കുരുവി കരയുമ്പോ അത് അള്ളാഹുവിന് തസ്ബീഹ് ഇല്ലാണ് എന്ന് മുസ്ലിയാക്കന്മാര് പറയാറുണ്ട്, ഉസ്താദുമാര് പറയാറുണ്ട്. അത് അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ എല്ലാം പറഞ്ഞൂടെ? അതിങ്ങനെ കരയുന്നത് വെറുതെ അത് തസ്ബീഹാക്കുക, ഒച്ചയിടുന്നതൊക്കെ തസ്ബീഹാക്കുക, അങ്ങനെ അതിങ്ങനെ ഒപ്പിച്ചു പറയല്ലേ? അല്ല, അള്ളാഹു പറഞ്ഞു കുല്ലും ഖദ് അലിമ സ്വലാത്തുഹു വ തസ്ബീഹ. നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരു ശബ്ദം കേൾക്കുമ്പോൾ തസ്ബീഹാണെന്ന് പറഞ്ഞ് ജൽപ്പിക്കുകയല്ല. എല്ലാം തസ്ബീഹും സ്വലാത്തും നിർവഹിക്കുന്നത് അത് മനഃപൂർവമാണ്, അറിഞ്ഞുകൊണ്ടാണ്. കുല്ലും ഖദ് അലിമ സ്വലാത്തുഹു വ തസ്ബീഹ. പക്ഷേ നിങ്ങൾക്ക് അവയുടെ തസ്ബീഹ് തിരിയില്ല. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറയുന്നുണ്ട്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു. അല്ലാഹു തആലക്ക് വേണ്ടി സാഷ്ടാംഗം ചെയ്യുന്നുണ്ടെന്ന് നിനക്കറിയില്ലേ? എന്ത്? ആകാശഭൂമികളിലുള്ള എല്ലാം, ഷജറും ദവാബും, ആ വൃക്ഷങ്ങളും മൃഗങ്ങളും എല്ലാം. എന്നാലോ വകസീറും മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് ഭൂരിപക്ഷവും തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറുൻ ഹഖ്ഖ അലൈഹിമുൽ അദാബ്, അധിക ആളുകളുടെ മേലും അദാബ് സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, കല്ലും മരവും വൃക്ഷവും ജന്തുക്കളും എല്ലാം തസ്ബീഹ് ചൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, ആകാശഭൂമികളിലുള്ള എല്ലാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വകസീറും മിനന്നാസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലും കുറെ ആളുകൾ ചെല്ലുന്നുണ്ട്. ഇത് കണ്ട, കസീർ വന്നാസ് എന്നല്ല പറഞ്ഞത്, മനുഷ്യന്മാർ ചെല്ലുന്നുണ്ട്. അത് പറയാൻ പറ്റില്ല. മനുഷ്യന്മാർ നല്ലൊരു വിഭാഗം ധിക്കാരികളാ. ഒരു വിഭാഗം ചെല്ലുന്നുണ്ട്. അതേസമയം ഒരു വിഭാഗത്തിന്റെ കഥയോ ഖദ് ഹഖ്ഖ അലൈഹിമുൽ അദാബ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാശം പിടിച്ച വർഗമാണ്. അപ്പൊ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം തസ്ബീഹ് അല്ലാത്തവരുണ്ട്, അല്ലാത്തവരൊക്കെ ചെല്ലുന്നുണ്ട്. മനുഷ്യന്മാരുടെ കൂട്ടത്തിലും നല്ലൊരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ലോകത്തൊരുപാട് ആളുകൾ, ആ ലോകത്തുള്ള മറ്റു ജന്തുജാലങ്ങളൊക്കെയും വസ്തുക്കളൊക്കെയും ചെല്ലുന്നുണ്ട്. എന്ന് പറയുമ്പോൾ കല്ല് തസ്ബീഹ് ചൊല്ലി എന്ന് പറഞ്ഞതിന് പുതുമയില്ല. ഇനി അങ്ങനെയല്ല, അതെല്ലായിടത്തും ചെല്ലുന്നതാ. അതിപ്പോ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് മാത്രം ചൊല്ലി എന്ന് പറയാനില്ല, എല്ലായിടത്തും. പിന്നെ ഈ പറഞ്ഞ എന്താ, നബി തങ്ങളുടെ കയ്യിൽ നിന്ന് ചൊല്ലിയപ്പം വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും എന്ന അവസ്ഥ ഇല്ലാതെയായി. നമ്മൾക്കടക്കം തിരിയുന്ന ഭാഷയിൽ ചൊല്ലി. അതാണ് അത് റസൂലുള്ളാഹിയുടെ ഉള്ളം കയ്യിൽ നിന്ന് തസ്ബീഹ് ചൊല്ലിയതിന്റെ ശേഷമാണ് എറിഞ്ഞത്. കേട്ടോളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇത്തരത്തിലുള്ളതുണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങൾ അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം, ഇമാം ഹർബൂത്തി പറയുന്നു, ഒരു കല്ല്, കുറച്ച് കല്ലിങ്ങോട്ട് എടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്നിട്ടത് കയ്യിൽ വെച്ചപ്പോ ഫസബ്ബഹത്, ആ കല്ലുകൾ നന്നായി തസ്ബീഹ് ചൊല്ലി. വഹുവ യസ്മഉഹാ, ഹബീബ കല്ലുകളുടെ തസ്ബീഹ് കേൾക്കുന്നുണ്ട്. ഉണ്ടോ? കേൾപ്പിച്ചു കൊടുക്കാൻ. അതാ അവിടെ ഉള്ള റസൂലിന്റെ മൊയ്തത്ത് എല്ലാം ചെല്ലുന്നുണ്ട്, കല്ലും മരവും ഒക്കെ ഏതാനും തസ്ബീഹ് ചെല്ലുന്നുണ്ട്. പക്ഷേ നബി തങ്ങളുടെ കയ്യിൽ ചൊല്ലി എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താ? നബി തങ്ങളുടെ കയ്യിൽ ചൊല്ലി എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താ? ആ ചൊല്ലിയത് നബിയും കൂട്ടുകാരും കേട്ടു എന്നുള്ളതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അല്ലാതെ കല്ലും മരവും ഒക്കെ എപ്പോഴും തസ്ബീഹ് ചെല്ലുന്നുണ്ട്. കല്ല് തസ്ബീഹ് ചെല്ലി എന്നുള്ള എത്ര വലിയൊരു പുതുമയൊന്നുമല്ല. നമ്മൾ രണ്ടാം ഖുതുബയിൽ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, കല്ല് തസ്ബീഹ് ചെല്ലി, അല്ലദീ സബ്ബഹ ബിയദിഹിൽ ഹസ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ കല്ല് തസ്ബീഹ് ചൊല്ലി എന്ന് പറയുന്നുണ്ട്. രണ്ടാം ഖുതുബയിൽ നമ്മൾ സാധാരണ പറയാറുണ്ട്. എന്തേ കല്ല് തസ്ബീഹ് എല്ലാം കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്നല്ല, എവിടെയും ചൊല്ലും. പിന്നെ അസ്വല്ലി എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കൂട്ടുകാരും അത് കേട്ടൂതാ. തസ്ബീഹ് ഇങ്ങനെ ചൊല്ലുന്നത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാൻ, കല്ലിങ്ങനെ ചൊല്ലുന്നത് ശരിക്കും കേട്ടു, നമുക്ക് തിരിയുന്ന ഭാഷയിൽ ചൊല്ലി. അതാണ് വിഷയം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നത് കണ്ടപ്പോ സദസ്സ് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ഒരുപാട് സ്ഥലത്ത് ഈ ഹദീസ് പല രൂപത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന് വേണ്ടി, വിശുദ്ധ ഖുർആൻ ക്ലാസിന് വേണ്ടി അന്വേഷണം നടത്തുന്ന സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിലേക്ക് വല്ലാത്ത ആവേശത്തോടെ ഇങ്ങനെ നോക്കി, കല്ലുകളുടെ തസ്ബീഹ് ഇങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിന്റെ മുമ്പിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, സഹാബാ, ഈ കല്ല് എന്റെ കയ്യിൽ നിന്ന് തസ്ബീഹ് ചെല്ലുന്നത് നിങ്ങൾ കേട്ടു. ഇനി അബൂബക്കറിന്റെ കയ്യിൽ വെച്ചാലും ഇത് ചൊല്ലും, അബൂബക്കറിന്റെ കയ്യിൽ വെച്ചാലും ഇത് തസ്ബീഹ് ചൊല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ഭംഗിയായി തസ്ബീഹ് ചൊല്ലുന്നു. എല്ലാവരും അത്ഭുതത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതെന്തൊരു പുതുമ! നബി തങ്ങൾ പറഞ്ഞു, ഉമറേ വാ. ഉമറിന്റെ കയ്യിൽ വെച്ചു റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. കണ്ടോ? അവിടെയും ചൊല്ലി. കയ്യിനും വേണം കുറച്ച് പവർ, അപ്പോൾ ഇതൊക്കെ കേൾക്കാൻ കഴിയുള്ളൂ. ഉമറിന്റെ കയ്യിൽ വെച്ച് ചൊല്ലി. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹുവിനെ വിളിച്ചു, വെച്ചു കൊടുത്തു. ആ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിൽ വെച്ചും ചൊല്ലി. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിനെ വിളിച്ചു വെച്ചു കൊടുത്തു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന്റെ കയ്യിലും ചൊല്ലി. ഒരുപാട് സമയത്തുണ്ടായിട്ടുണ്ട് കേട്ടോ. ഒന്നോ രണ്ടോ ഘട്ടങ്ങളിലെല്ലാം അങ്ങനെ തസ്ബീഹ് ചൊല്ലിയതുണ്ടായത്, പല ഘട്ടങ്ങളും. ഒരിക്കൽ അലി ഇബ്നു അബീ താലിബിനെ മാറ്റി നിർത്തിയിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ വരെ വെച്ചു കൊടുത്തു. അപ്പൊ അലി ഇബ്നു അബീ താലിബ് ഇങ്ങനെ വളരെ വിഷമത്തോട് ഇങ്ങനെ നോക്കി, കാരണം എനിക്ക് കിട്ടൂലേ എന്നുള്ളത്. ആ വിഷമത്തോടുകൂടെ അങ്ങനെ നോക്കിയപ്പോ അവിടെ നിർത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ബിൻ അഫ്ഫാനോടുകൂടെ വിഷയം നിർത്തി. പിന്നെ ആർക്കും വെച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വളരെ വേദനയോടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. കാരണം ഇവരെ 4 പേരെ എവിടെയും പിടിക്കുന്നതാണല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ താലിബിന്റെ വിഷമം മനസ്സിലാക്കി. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു അടുത്ത് വിളിച്ചു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ അടച്ചുകൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, അലി, നീ എന്റേതല്ല അലി, നിനക്കെന്തിനാ ഇതൊക്കെ വേണോ? നീ ഏതായാലും എന്റേതല്ലേ എന്ന് അലിയാരോട് ചോദിച്ചതോടുകൂടി അലിന്റെ വിഷമം മുഴുവനും തീർന്നുപോയി. എന്നാലോ ചില സമയങ്ങളിൽ അലിയാരുടെയും കൂടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. പല സമയത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അലിയാരുടെ കയ്യിലടക്കം വെച്ചു കൊടുത്തു എന്നതും ബഹുമാനപ്പെട്ട ഇമാം ഖർബൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയങ്ങളൊക്കെ നമുക്ക് നാം വിശ്വസിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതൊക്കെ ശരിക്ക് കവിതയായി, ഈരടികളായി, ഖസീദത്തുൽ ബുർദയുടെ ഈരടികളായി എന്റെയും നിങ്ങളുടെയും മുമ്പിലേക്ക് എടുത്തിടുകയാണ്. ഏതാവട്ടെ, എന്തിനാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെയൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനെ മദ്ഹ് ചെയ്യുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂലുമായി അടുക്കുന്തോറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായ ഇത്തരം അത്ഭുത സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ അത് കറാമത്തായിട്ട് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് നടന്നുകൊണ്ടിരിക്കും, കറാമത്തായിട്ട് അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ നന്നായി സ്നേഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പാതയിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് തെളിയിച്ചു തന്ന ഒരു മാർഗത്തിലൂടെ നാം സഞ്ചരിക്കേണ്ടതുണ്ട്. എങ്കിലേ നമുക്കിത് കിട്ടൂ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. കണ്ടില്ലേ നിങ്ങൾ,
റസൂലുള്ളാഹി തങ്ങൾ തെരഞ്ഞെടുക്കുന്നത് ആദ്യമായി ഏത് സദസ്സിലും ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ഞാനിത് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമുക്കൊന്ന് കൂട്ടായി നന്നാവണം, ഒന്നൊരുമിച്ച് നന്നാവണം. ഒരു വീണ്ടും വിചാരം നമുക്ക് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ നമ്മൾ ആ വലിയ നാശത്തിലേക്കായിരിക്കും ചെന്ന് വീഴുന്നതെന്ന് ശ്രദ്ധിക്കാനാണ് ഏത് സദസ്സിലും കാണുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിനാണ് മുൻഗണന. എന്തേ കാരണം? സിദ്ദീഖുൽ അക്ബർ അല്ലാഹുവിന്റെ റസൂലിനെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചു എന്നതാണ് അതിന്റെ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഉള്ളറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു. അത് ശാരീരികമായി സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ എടുത്ത് തോളിലിട്ട് സഞ്ചരിച്ച കഥ ഹിജ്റയുടെ രാത്രിയിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു, അത് ബഹുമാനപ്പെട്ട സിദ്ദീഖിന്റെ സ്നേഹപ്രകടനമാണ്. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരുമുള്ള സദസ്സ്. ഒരുപാട് ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുറച്ച് പാവങ്ങൾ പള്ളിയിൽ വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കൊണ്ടുവാ, നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ളത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോ സദഖ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോ സാമ്പത്തികമായും ശാരീരികമായും എങ്ങനെയായിരുന്നു? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നു, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നു. സിദ്ദീഖുൽ അക്ബർ ഉമർ റളിയല്ലാഹു അൻഹു അന്നൊരു ഉറച്ച തീരുമാനം എടുത്തു. അതെന്താ? ഇന്നെന്തായാലും സിദ്ദീഖിനെ എനിക്ക് തോൽപ്പിക്കണം. ഒരുറച്ച തീരുമാനം എടുത്തിട്ടാണ് വന്നത്. ഇന്ന് സിദ്ദീഖിനെ തോൽപ്പിക്കണം. കാരണം സിദ്ദീഖ് എപ്പോഴും എന്നെക്കാൾ മുൻകടക്കുക എല്ലാ വിഷയത്തിലും, എന്നെ ഓവർടേക്ക് ചെയ്യുന്നു, ഞാൻ തോൽക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ തോൽപ്പിക്കും. കാരണം എന്താ? സിദ്ദീഖിന്റെ വീട്ടിൽ അതിനകത്തൊന്നും കൊണ്ടുവരാനുണ്ടാവില്ല, എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ ഉള്ളത് പകുതിയാക്കിയിട്ട് പകുതി ഒന്നടങ്കം കൊണ്ട് എടുക്കണം, പകുതി അവിടെ കെട്ട കുടുംബത്തിന് എന്ന് കരുതിയിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം കൊണ്ടുവന്നിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. കാരണം വീട്ടിലുള്ള സാധനം ഒക്കെ പകുതിയാക്കിയിട്ട് എല്ലാം പകുതി കൊണ്ട് കൊണ്ടുവന്നേക്കാം, വസ്ത്രവും ഭക്ഷണവും ഒക്കെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഊഴം ഒരു പള്ളിയുടെ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടു. ഓരോ സഹാബത്തും കൊണ്ടുവന്നിട്ടു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഊഴം ചെറുതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഊഴം ചെറുതാണ്. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വല്ലാത്ത സന്തോഷം തോന്നി. ഇന്ന് എന്തായാലും സിദ്ദീഖ് തോറ്റത് തന്നെയാണ്. കാരണം എന്താ? എന്റേത് ഇത്രയും കൂടുതലുണ്ട്, കണ്ടാൽ തന്നെ അറിയാം, മറ്റേത് വളരെ കുറച്ചുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, രണ്ടുപേരെയും വിളിച്ചിട്ട് ചോദിച്ചു, ഉമറേ, നിങ്ങൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് വലിയ സംഭാവനയാണ്. ഈ കൊണ്ടുവന്ന സംഭാവനയിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. മാ ബഖൈത ലി അഹ്ലിക്, നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ എന്താ ബാക്കി വെച്ചത്? നിസ്ഫുഹു യാ റസൂലല്ലാഹ്, നബിയെ, നിസ്ഫഹു യാ റസൂലല്ലാഹ്, നബിയെ, ഇതിന്റെ നേർപകുതി പെരയിലുണ്ട്, നേർപകുതി പെരയിലുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറെ, നീ നിന്റെ കുടുംബത്തിന് എന്ത് മിച്ചം വെച്ചിട്ടുണ്ട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂലാ, നബിയെ, എന്റെ കുടുംബത്തിന് അല്ലാഹുവും റസൂലും ബാക്കിയുണ്ട്, വീട്ടിലുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, ഉമറേ, ഈ ദുനിയാവിൽ നിന്ന് എന്റെ കൂട്ടുകാരൻ സിദ്ദീഖിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഉമറേ. എന്തേ? കണ്ടാ കൂടുതൽ. കാരണം സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഉമർ റളിയല്ലാഹുവിന്റെ പകുതി എടുത്തപ്പോൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റേതിനേക്കാളുണ്ട്. പക്ഷെ പ്രശ്നം എവിടെയാ? സിദ്ദീഖ് കൊണ്ടുവന്നത് ഉള്ളതിന്റെ ആകത്തുക മൊത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു കൊണ്ടുവന്നത് ഉള്ളതിന്റെ പകുതിയാണ്. അപ്പൊ കൂടുതലുണ്ടെങ്കിലും അങ്ങനെ തീരെ ഇല്ലാത്ത ഒരാൾ, അയാളുടെ കയ്യിൽ ആകെ 50 ഉറുപ്പിയുള്ളത്, ഇങ്ങനെയുള്ള ഒരു മജ്‌ലിസിൽ അയാൾ 50 എടുത്തു കൊടുത്തു. നേരെ മറിച്ച് വേറൊരാളുണ്ട്, അയാളുടെ കയ്യിൽ എത്രയോ പൈസ എന്ന് പറഞ്ഞാൽ 1000 ഉറുപ്പ്യ അയാളുടെ കയ്യിലുണ്ട്. അയാൾ ഒരു 500 ഉറുപ്പ്യം കൊടുത്തു. സംഗതി ഇപ്പൊ ഈ 50-നായിട്ടിന് 500 കൂടുതലുണ്ട്. പക്ഷേ റസൂലുള്ളാഹിക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ആനുപാതിക വർധനവാണ്. ഇവിടെ ആനുപാതികമായിട്ടാണ് കൂലി കൊടുക്കുക, ആനുപാതികമായിട്ടാണ് നോക്കുക. ഇത് ആളുടെ ഗതി എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് കൂലി നിശ്ചയിക്കുക, അല്ലാതെ കൂലി നിശ്ചയിക്കാൻ പറ്റില്ല. ഈ 50 ഉറുപ്പ്യക്കാണ് ഈ 500 ഉറുപ്പ്യക്കാൾ. കാരണം ഈ 50 ഉറുപ്പ്യ ഉള്ളത് ഫുള്ളാണ്, മറ്റേതുള്ളതിന്റെ പകുതിയാണ്. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് കിട്ടുന്നതിന്റെ ഇരട്ടി കൂലി ഈ 50 കൊടുത്ത ആൾക്ക് കിട്ടും. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയും? ലക്ഷങ്ങൾ വരുമാനമുള്ള ഹാജിമാർ അവരൊരു 100 ഉറുപ്പ്യ സദസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ
ഒരു മാസത്തിൽ 1000 റുപ്യ 2000 റുപ്യ 3000 റുപ്യ ഒക്കെ കഷ്ടപ്പെട്ട് ഒപ്പിക്കുന്ന ആൾ, അയാൾ ചിലപ്പോൾ ആ പരിപാടിയിലേക്ക് ഒരു 25,000 കൊടുത്തത്, അല്ലെങ്കിൽ ഒരു 10 റുപ്യ ആയിരിക്കും. പക്ഷെ ഇയാളുടെ ഈ 10-ന് മറ്റേയാളുടെ 100-നേക്കാൾ 1000-ത്തേക്കാൾ വിലയുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിനെ ചെറുതായി കാണരുത്. ഈ വലിയ മുതലാളി, ഈ അർത്ഥത്തിലാണ് ഞാനത് പറഞ്ഞത്. ഇല്ലാത്തവൻ കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാണ്. ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവസരം പോലെ ഹദീസുകളൊക്കെ നമുക്ക് എടുത്തുദ്ധരിക്കാം. ഇന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞതൊക്കെ സംഭവങ്ങൾ തന്നെ ആയതുകൊണ്ട്, ചെറിയ സംഭവങ്ങളും ആയതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കി പറഞ്ഞതാണ്. ബൈത്തുകൾ പിന്നിടാൻ വേണ്ടി ആ വരികൾ മുഴുവനും നമ്മൾ തീർത്തു. നമ്മുടെ സമയവുമായി, അതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഇൻഷാ